സിൻക്രണസ് കൗണ്ടർ. സിൻക്രണസ് കൗണ്ടേഴ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൗണ്ടേഴ്സിനെ പറ്റി ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ആണ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. കൗണ്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കുറെ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ തമ്മിൽ കാസ്കേഡ് ചെയ്തിട്ടാണ് കൗണ്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കൗണ്ടറിന്റെ അകത്ത് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്ക് ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതേപോലെ സിൻക്രണസ് ആയിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അറ്റ് എ ടൈം തന്നെയാണ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്കും ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടുകളെയാണ് സിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള കൗണ്ടേഴ്സിനെയാണ് സിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിൻക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് 5 സ്റ്റെപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഒരു സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ആ സിൻക്രണസ് കൗണ്ടർ നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉപയോഗിച്ചിട്ടാണ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം നമ്മുടെ കൗണ്ടറിന്റെ അകത്ത് എന്ന് ഡിസൈഡ് ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണമെന്ന് തീരുമാനിക്കുന്നതിന്റെ കൂടെ തന്നെ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നും കൂടി തീരുമാനിക്കണം. അതായത് നമുക്കറിയാം, നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, G ഫ്ലിപ്പ് ഫ്ലോപ്പ്, അങ്ങനെ പല ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് വേണം നമ്മുടെ സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ എന്നും കൂടി നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കൗണ്ടർ ഡിസൈൻ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ സിൻക്രണസ് കൗണ്ടറിൽ എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണമെന്ന് ഡിസൈഡ് ചെയ്യാം. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണോ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതാം. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതുന്നതിനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണോ സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുക. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കൗണ്ടറിന് ഒരു സ്റ്റേറ്റ് ഡയഗ്രാം കാണും. ആ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം. അതേപോലെ തന്നെ സർക്യൂട്ടിന്റെ, അതായത് നമ്മുടെ കൗണ്ടറിന്റെ, നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കൗണ്ടറിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതണം. കൗണ്ടറിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ പോലെ തന്നെ കൗണ്ടറിന്റെ പ്രസന്റ് സ്റ്റേറ്റും കൗണ്ടറിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്ത് ആ കൗണ്ടറിന്റെ ഇൻപുട്ട് എഴുതുന്നതിനെയാണ് കൗണ്ടറിന്റെ എക്സൈറ്റേഷൻ ടേബിൾ അല്ലെങ്കിൽ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം, സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിളും വരയ്ക്കണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഈ ഒരു എക്സൈറ്റേഷൻ ടേബിൾ എഴുതുമ്പോൾ പ്രസന്റ് സ്റ്റേറ്റിനെയും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്ത് നമുക്ക് ഇൻപുട്ടിന് കുറെ വാല്യൂസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ആ വാല്യൂസ് ഒരു കെ മാപ്പ് വരച്ച് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇൻപുട്ടിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് കിട്ടും. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ദെൻ ഇപ്പൊ നമുക്ക് എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ടാണ് നമ്മുടെ കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നതെന്ന് അറിയാം. ദെൻ ആ കൗണ്ടറിലേക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കൗണ്ടർ നമ്മൾ കുറെ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വെച്ചിട്ടാണ് കൗണ്ടർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്ക് വരുന്ന ഇൻപുട്ട് ഏതാണെന്ന് നമ്മൾ ഇവിടെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കെ മാപ്പ് വെച്ച് കണ്ടുപിടിച്ചു. അപ്പൊ ആ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ച് നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്ക് വരുന്ന ഇൻപുട്ട് ഏതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ നമ്മുടെ കൗണ്ടർ, സിൻക്രണസ് കൗണ്ടർ വരയ്ക്കും. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഇത്രയുമാണ് ഒരു സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഈ 5 സ്റ്റെപ്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സിൻക്രണസ് കൗണ്ടർ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. 2-bit സിൻക്രണസ് അപ്പ് കൗണ്ടർ. ഓക്കെ, അപ്പം നമ്മൾ ഒരു 2-bit സിൻക്രണസ് അപ്പ് കൗണ്ടർ ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് നമ്മൾ അസിൻക്രണസ് കൗണ്ടറിൽ പറയുന്നത് പോലെ തന്നെ സിൻക്രണസ് കൗണ്ടറിന്റെ കേസിലും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ബിറ്റ്സ് 2 ആണ്. സോ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് 2 ആണ്. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു 2 ബിറ്റ് സിൻക്രണസ് അപ്പ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണ്ടുപിടിച്ചു 2. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്? JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണോ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതണം. അപ്പോൾ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് സ്റ്റേറ്റും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റും ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിന് ഇക്വേഷൻ എഴുതാൻ പോവാം. അപ്പം പ്രസന്റ് സ്റ്റേറ്റ് XN ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് QN ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ QN+1 ആണ്. ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് Jയും Kയും ആണ്. ഈ എക്സൈറ്റേഷൻ ടേബിൾ എഴുതാണ്. അപ്പൊ എക്സൈറ്റേഷൻ ടേബിൾ ഞാൻ ജസ്റ്റ് അങ്ങ് എഴുതാണ്, കാരണം നമ്മൾ ഓൾറെഡി എക്സൈറ്റേഷൻ ടേബിൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതി. JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ ഇങ്ങനെയാണ് വരുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സൈറ്റേഷൻ ടേബിളിന്റെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സർക്യൂട്ടിന്റെ, അതായത് നമ്മളുടെ സിൻക്രണസ് കൗണ്ടറിന്റെ 2 ബിറ്റ് സിൻക്രണസ് കൗണ്ടറിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം. അതേപോലെ തന്നെ ഈ ഒരു സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിളും വരയ്ക്കണം, ടേബിളും എഴുതണം. ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാം. സ്റ്റേറ്റ് ഡയഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇപ്പൊ നോക്കി ഇതൊരു അപ്പ് കൗണ്ടർ ആണ്, 2 ബിറ്റ് അപ്പ് കൗണ്ടർ ആണ്. അപ്പോൾ ആ ഒരു കൗണ്ടർ എവിടം തൊട്ട് എവിടം വരെ കൗണ്ട് ചെയ്യും? അപ്പ് കൗണ്ടർ ആണ്. സോ 0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എണ്ണം അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളതൊക്കെ അസിൻക്രണസ് കൗണ്ടറിന് സിമിലർ ആയിട്ടാണ് വരുന്നത്. അതായത് കൗണ്ട് ചെയ്യുന്നത് 0 തൊട്ട് 2n-1 വരെ ആയിരിക്കും ഒരു കൗണ്ടർ കൗണ്ട് ചെയ്യുന്നത്. അതിപ്പോ അസിൻക്രണസ് ആണെങ്കിലും സിൻക്രണസ് ആണെങ്കിലും. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അപ്പോൾ 0 to 2n, n എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 2 ആണ്. 2^2 - 1, അതായത് 0 to 3 വരെയാണ് ഈ ഒരു കൗണ്ടർ കൗണ്ട് ചെയ്യുന്നത്. 0, 1, 2, 3 ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുക. ആദ്യം 0, then 1 വരും, then 2 വരും, then 3 വരും, then വീണ്ടും 0-യിലേക്ക് വരും. അപ്പൊ ഈ 0, 1, 2, 3 ഇങ്ങനെ പറയുന്ന ഈ വാല്യൂസ് ആണ് ഇതിന്റെ ഈ ഒരു സർക്യൂട്ടിന്റെ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ആദ്യം, അതായത് നമ്മൾ ഈ ഒരു സർക്യൂട്ട് നമ്മുടെ കയ്യിലുണ്ട്, നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് സർക്യൂട്ടിലേക്ക് കൊടുക്കുമ്പോൾ അത് 0 എന്ന് കൗണ്ട് ചെയ്യും. ദെൻ വീണ്ടും നമ്മളൊരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ അത് 1 എന്ന് കൗണ്ട് ചെയ്യും. അതായത് 1 എന്ന് പറയുന്നത് സ്റ്റേറ്റിലേക്ക് പോയി. ദെൻ വീണ്ടും നമ്മളൊരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ അത് 2 എന്ന് കൗണ്ട് ചെയ്യും. അതായത് 2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോയി. ദെൻ വീണ്ടും ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യും, അപ്പോൾ അത് 3 എന്ന് കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോയി. വീണ്ടും നമ്മളൊരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യും, അപ്പോൾ അത് വീണ്ടും 0 എന്ന് കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോയി. അപ്പൊ ഈ സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുന്നു. അതാണ് സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ ഈ ഒരു കൗണ്ടറിന്റെ സ്റ്റേറ്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റുകളും കാണും. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ഒരു ട്രാൻസിഷനും കാണിക്കും. അങ്ങനെ വരയ്ക്കുന്നതാണ് സ്റ്റേറ്റ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം. അതേപോലെ തന്നെ ഈ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിളും വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം ആദ്യം വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം ഈ ഒരു സർക്യൂട്ടിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0, 1, 2, 3 ഇത്രയുമാണ് സ്റ്റേറ്റ് എന്ന് നമുക്കറിയാം. നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എത്ര സ്റ്റേറ്റ് ഉണ്ടോ അത്രയും സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റൗണ്ടിൽ വരയ്ക്കാം. ഇതാണ് ഓരോ സ്റ്റേറ്റും. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്. നമുക്ക് നോക്കി S0, 1, 2, 3 4
സ്റ്റേറ്റ് ആണുള്ളത്. അപ്പൊ നമ്മൾ അതിനെ S0, S1, S2, S3 എന്ന് ഡിനോട്ട് ചെയ്തു. ദെൻ ആ സ്റ്റേറ്റിന്റെ വാല്യൂ ഈ റൗണ്ടിനകത്ത് എഴുതണം. റൗണ്ടിനകത്ത് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ബൈനറി വാല്യൂസ് ആയിട്ടായിരിക്കും ഇതിനെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് 0യുടെ ബൈനറി എഴുതണം, 1ന്റെ ബൈനറിയും 2ന്റെ ബൈനറിയും 3യുടെ ബൈനറിയാണ് എഴുതേണ്ടത്. പിന്നെ നമുക്കറിയാം ഇത് 2 ബിറ്റ് കൗണ്ടർ ആണ്. സോ 0യുടെ 2 ബിറ്റ് റെപ്രസെന്റേഷൻ, 1ന്റെ 2 ബിറ്റ് റെപ്രസെന്റേഷൻ, 2ന്റെ 2 ബിറ്റ് റെപ്രസെന്റേഷൻ, അതേപോലെ തന്നെ 3യുടെയും 2 ബിറ്റ് റെപ്രസെന്റേഷൻ വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 0, അടുത്ത സ്റ്റേറ്റ് 0 1, അടുത്ത സ്റ്റേറ്റ് 1 0, അടുത്ത സ്റ്റേറ്റ് 1 1. ഇനി ഇതൊരു അപ്പ് കൗണ്ടർ ആണ്. സോ 0 1ലേക്ക് പോകും, 1 2ലേക്ക് പോകും, ദെൻ 2 3ലേക്ക് പോകും, ദെൻ 3 വീണ്ടും 0ലേക്ക് വരും. ഈ ഒരു രീതിയിലായിരിക്കും സ്റ്റേറ്റ് ട്രാൻസിഷൻ നടക്കുന്നത്. സോ നമ്മൾ ആ ഒരു ട്രാൻസിഷനും കൂടി ഇതിന്റെ അകത്ത് കാണിക്കണം. അതിനുവേണ്ടി നോക്കി നമ്മൾ ഒരു ആരോ വരച്ചു. 0യിൽ നിന്നും 1ലേക്ക് ഒരു ട്രാൻസിഷൻ വരുന്നു, ദെൻ 1ൽ നിന്നും 2ലേക്ക്, ദെൻ 2ൽ നിന്നും 3ലേക്ക്, ദെൻ 3ൽ നിന്ന് വീണ്ടും 0ലേക്ക്. ഈ ഒരു ട്രാൻസിഷന് മാർക്ക് ചെയ്തു. ഇപ്പൊ നമുക്ക് ഈ ഒരു സർക്യൂട്ടിന്റെ സ്റ്റേറ്റ് ഡയഗ്രം കിട്ടി. ഇനി ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രത്തിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുന്നത്. അപ്പൊ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കൗണ്ടർ എന്ന് പറയുന്നത് 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കൗണ്ടറിനുള്ളത്. ആ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, ഇത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും ആണ്. ദെൻ ഇതിന്റെ ഇൻപുട്ടിന് നമ്മൾ J1 എന്നും K1 എന്നും ഡിനോട്ട് ചെയ്തു. ഔട്ട്പുട്ട് അപ്പോൾ Q1 ഉം Q1 ബാറും വരും. അതേപോലെ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് J2 ഉം K2, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q2 ഉം Q2 ബാർ എന്നും വരും. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്കിപ്പോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം, അതേപോലെ തന്നെ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ. സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ സർക്യൂട്ടിന്റെ പ്രസന്റ് സ്റ്റേറ്റ് വേണം, സർക്യൂട്ടിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് വേണം, അതേപോലെ തന്നെ സർക്യൂട്ടിന്റെ ഇൻപുട്ടും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സർക്യൂട്ടിന്റെ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ പ്രസന്റ് സ്റ്റേറ്റ് ആണ്. അതേ കണക്ക് സർക്യൂട്ടിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. സർക്യൂട്ടിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഇൻപുട്ടും ആണ്. അപ്പൊ നോക്കിയേ, നമ്മുടെ ഇവിടെ 2 ബിറ്റ് സിങ്ക്രണസ് അപ്പ് കൗണ്ടർ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ അകത്ത് 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ട്. ആ 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെയും പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q1 ഉം Q2 ആണ്. അപ്പൊ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q1 ഉം Q2 ആണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ഒരു എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുന്ന ടൈമിൽ ഈ Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് മാത്രമേ കൺസിഡർ ചെയ്യൂ, Q ബാർ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ പ്രസന്റ് സ്റ്റേറ്റ്, ഈ സർക്യൂട്ടിന്റെ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സർക്യൂട്ടിന്റെ അകത്തുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ പ്രസന്റ് സ്റ്റേറ്റ് ആണ്. ഈ സർക്യൂട്ടിലുള്ള ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q1 ആണ്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് ഔട്ട്പുട്ട് Q2 ആണ്. ഓക്കെ, അപ്പൊ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q1 ഉം Q2 ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ഇപ്പൊ Q1ന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ തൽക്കാലം Q1 പ്ലസ് എന്ന് ഡിനോട്ട് ചെയ്തു, അല്ലെങ്കിൽ Q1 സ്റ്റാർ, അത് നിങ്ങളുടെ ഇഷ്ടം. Q1 പ്ലസ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. ദെൻ Q2ന്റെ നെക്സ്റ്റ് സ്റ്റേറ്റിനെ നമ്മൾ Q2 പ്ലസ് എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിന്റെ അകത്ത് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഇൻപുട്ട് ആണ് ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കിയേ, 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ 2 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഇൻപുട്ടുകൾ എഴുതണം. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് J1 ഉം K1 ഉം, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് J2 ഉം K2. ഇങ്ങനെയാണ് ഈ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ. സർക്യൂട്ടിന്റെ പ്രസന്റ് സ്റ്റേറ്റ്, സർക്യൂട്ടിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്, ദെൻ സർക്യൂട്ടിന്റെ ഇൻപുട്ട്. ഇത്രയും കാര്യങ്ങൾ വന്നു. ഇനി നമുക്കിതിന്റെ വാല്യൂസ്, ഈ പ്രസന്റ് സ്റ്റേറ്റിനെയും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കിയേ, പ്രസന്റ് സ്റ്റേറ്റ് 2 എണ്ണം ഉണ്ട്, Q1 ഉം Q2. പ്രസന്റ് സ്റ്റേറ്റിൽ 2 വേരിയബിൾസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ആ 2 വേരിയബിൾസിനെ ബേസ് ചെയ്ത് എത്ര കോമ്പിനേഷൻസ് വരും എന്ന് നോക്കാം. 0 0 0 1 1 0 1 1, 4 കോമ്പിനേഷൻ ആയിരിക്കും വരിക. അത് എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. നമ്മളിപ്പോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ
അതിന്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ Qn Qn പ്ലസ് വണ്ണും പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും ദെൻ ഇൻപുട്ട് ജെയും കെയും. അപ്പൊ നമ്മൾ Qn Qn പ്ലസ് വണ്ണും രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് വേരിയബിൾ ഉണ്ട് 4 കോമ്പിനേഷൻ 0 0 0 1 1 0 1 1 എന്ന് എഴുതിയത്. പക്ഷേ സർക്യൂട്ടിന്റെ കേസിൽ നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുമ്പോൾ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെയും പ്രസന്റ് സ്റ്റേറ്റ് എഴുതുക. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ പ്രസന്റ് സ്റ്റേറ്റുകളിലെല്ലാം നെക്സ്റ്റ് സ്റ്റേറ്റ്. ദെൻ ഇൻപുട്ട് എന്ന് പറയുന്നത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെയും ഇൻപുട്ടും എഴുതി. ഇനി നമ്മൾ നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ എഴുതുന്ന ടൈമിൽ ഈ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും കൂടെ കൺസിഡർ ചെയ്ത് 4 വേരിയബിൾ എന്ന് എടുക്കരുത്. പ്രസന്റ് സ്റ്റേറ്റിലുള്ള വേരിയബിൾസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. Q1 Q2 രണ്ട് വേരിയബിൾസ് ആണുള്ളത്. രണ്ട് വേരിയബിൾസ് വെച്ചിട്ട് വരുന്ന കോമ്പിനേഷൻ 2⁻²2 ആണ്. 4 കോമ്പിനേഷൻ വരും. 0 0 0 1 1 0 1 1. ഇത് നമ്മൾ എഴുതി. ഇനി ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ എഴുതുന്നത് ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിനെ ബേസ് ചെയ്താണ്. ഇതൊരു അപ്പ് കൗണ്ടർ ആണ്. അപ്പ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ 0 1 2 3 ഈ ഒരു രീതിയിലായിരിക്കും ഇത് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ എഴുതിയേക്കുന്ന പ്രസന്റ് സ്റ്റേറ്റ് 0 0 ആണ്. പ്രസന്റ് സ്റ്റേറ്റ് 0 0 ആണെങ്കിൽ നോക്കാം, പ്രസന്റ് സ്റ്റേറ്റ് 0 0 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ വന്നിരിക്കുന്നത്? 0 1. ഓക്കെ, അപ്പൊ പ്രസന്റ് സ്റ്റേറ്റ് 0 0 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 1. ഇനി പ്രസന്റ് സ്റ്റേറ്റ് 0 1 ആണ്. പ്രസന്റ് സ്റ്റേറ്റ് 0 1 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ വന്നിരിക്കുന്നത്? 1 0. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 0 ആണ്. ദെൻ പ്രസന്റ് സ്റ്റേറ്റ് 1 0 ആണ്. പ്രസന്റ് സ്റ്റേറ്റ് 1 0 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ വന്നിരിക്കുന്നത്? 1 1. അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ് 1 1. ഇനി പ്രസന്റ് സ്റ്റേറ്റ് 1 1 ആണ്. പ്രസന്റ് സ്റ്റേറ്റ് 1 1 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ വന്നിരിക്കുന്നത്? 0 0. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രസന്റ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതുന്നത്. പ്രസന്റ് സ്റ്റേറ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് രണ്ട് വേരിയബിൾ ഉണ്ട്. സോ 0യുടെയും 1ന്റെയും 4 കോമ്പിനേഷൻ വരും. 0 0 0 1 1 0 1 1. അങ്ങനെ എഴുതി. നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ എഴുതുന്നത് ഈ സ്റ്റേറ്റ് ഡയഗ്രത്തെ നോക്കിയാണ്. 0യുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് 1 ആണ്. സോ 1. 1ന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് 2 ആണ്. സോ 2 ഈക്വൽ ടു ബൈനറി. ദെൻ 2ന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് 3 ആണ്. സോ 3 ഈക്വൽ ടു ബൈനറി. ദെൻ 3യുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് വീണ്ടും 0 ആണ്. സോ 0. ഈ ഒരു രീതിയിൽ എഴുതി. ഇനി നമുക്ക് ഈ ഇൻപുട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇൻപുട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കിയ നോർമലി നമ്മൾ പ്രസന്റ് സ്റ്റേറ്റിനെയും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്താണ് ഇൻപുട്ടിന്റെ വാല്യൂ എഴുതുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിന്റെ കേസിൽ ഒന്നിലധികം ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും നോക്കി അതിന്റെ ഇൻപുട്ട് എഴുതണം. ദെൻ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും നോക്കി അതിന്റെ ഇൻപുട്ടുകൾ എഴുതണം. അതായത് ഈ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആണ് J1ഉം K1ഉം. അപ്പൊ നമ്മൾ J1ന്റെയും K1ന്റെയും വാല്യൂ എഴുതാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റും ആണ് നോക്കേണ്ടത്. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് സ്റ്റേറ്റ് Q1 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q1 പ്ലസ് ആണ്. അപ്പൊ നമ്മൾ ഈ Q1ഉം അതേപോലെ തന്നെ Q1 പ്ലസിന്റെയും വാല്യൂ നോക്കിയിട്ടാണ് ഈ J1ന്റെയും K1ന്റെയും വാല്യൂ എഴുതുന്നത്. അതിനുവേണ്ടി നോക്കാം. Q1ന്റെ വാല്യൂ 0, അതായത് പ്രസന്റ് സ്റ്റേറ്റ് 0. Q1 പ്ലസും 0, അതായത് പ്രസന്റ് സ്റ്റേറ്റും 0 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റും 0 ആണ്. അപ്പൊ J1ഉം K1ഉം എന്ത് വരും എന്ന് നോക്കണം. അതിനുവേണ്ടി നമ്മൾ നേരെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിളിലേക്ക് പോവാം. പ്രസന്റ് സ്റ്റേറ്റും 0, നെക്സ്റ്റ് സ്റ്റേറ്റും 0. പ്രസന്റ് സ്റ്റേറ്റും 0, നെക്സ്റ്റ് സ്റ്റേറ്റും 0 ആണെങ്കിൽ J0 വരും, K ഡോണ്ട് കെയർ വരും. Jക്ക് 0 കൊടുത്തു, Kക്ക് ഡോണ്ട് കെയർ കൊടുത്തു. ഇനി പ്രസന്റ് സ്റ്റേറ്റ് 0, നെക്സ്റ്റ് സ്റ്റേറ്റ് 1. നേരെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിളിലേക്ക് പോവാം. പ്രസന്റ് സ്റ്റേറ്റ് 0, നെക്സ്റ്റ് സ്റ്റേറ്റ് 1. Jയുടെ വാല്യൂ 1, Kയുടെ വാല്യൂ ഡോണ്ട് കെയർ. ഇനി പ്രസന്റ് സ്റ്റേറ്റ് 1 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റും 1. നേരെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിളിലേക്ക് പോവാം. പ്രസന്റ് സ്റ്റേറ്റ് 1, നെക്സ്റ്റ് സ്റ്റേറ്റും 1 ആണെങ്കിൽ J ഡോണ്ട് കെയർ, K 0. ഇനി പ്രസന്റ് സ്റ്റേറ്റ് 1 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണ്. നേരെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിളിലേക്ക് പോവുക. പ്രസന്റ് സ്റ്റേറ്റ് 1ഉം നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ ഡോണ്ട് കെയർ 1. ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ഇൻപുട്ടിന്റെ വാല്യൂസ് എഴുതി. ഇനി നമുക്ക്
രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ഇൻപുട്ടിന്റെ വാല്യൂസ് എഴുതണം. അതിനുവേണ്ടി നമ്മൾ നോക്കി രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് J2ഉം K2 ആണ്. അതിന്റെ പ്രസന്റ് സ്റ്റേറ്റ് Q2 ആണ്. അപ്പം പ്രസന്റ് സ്റ്റേറ്റ് Q2, നെക്സ്റ്റ് സ്റ്റേറ്റ് Q2 പ്ലസ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ J2ഉം K2 എഴുതുന്നത്. ഈ Q1ഉം Q1 പ്ലസും ബേസ് ചെയ്ത് J1ഉം K1ഉം എങ്ങനെ എഴുതിയോ അതുപോലെ തന്നെയാണ് Q2ഉം Q2 പ്ലസിനെയും ബേസ് ചെയ്ത് J2ഉം K2 എഴുതുക. ഒരു എക്സാമ്പിൾ പറയാം. Q2ന്റെ വാല്യൂ 0, Q2 പ്ലസ് 1, അതായത് പ്രസന്റ് സ്റ്റേറ്റ് 0യും നെക്സ്റ്റ് സ്റ്റേറ്റ് 1ഉം. നമ്മൾ നേരെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോയി. പ്രസന്റ് സ്റ്റേറ്റ് 0യും നെക്സ്റ്റ് സ്റ്റേറ്റ് 1ഉം ആണെങ്കിൽ J1ഉം K ഡോൺ കെയറും ആണ്. അപ്പം ഇവിടെ J1ഉം K ഡോൺ കെയറും. ഈ രീതിയിൽ ബാക്കിയുള്ള വാല്യൂസും എഴുതണം. അപ്പൊ നമ്മൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു. അതായത് സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു. ആ സ്റ്റേറ്റ് ഡയഗ്രത്തിനെ ബേസ് ചെയ്ത് ആ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിളും എഴുതി. ഇനി ഫോർത്ത് സ്റ്റെപ്പ് നോക്കാം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിളിനെ ബേസ് ചെയ്ത് ഈ ഇൻപുട്ടുകളായ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ടുകളായ J1, K1, J2, K2 ഇതിന് നാലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കെ മാപ്പ് വരച്ച് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കി J1ന്റെ വാല്യൂ കണ്ടുപിടിക്കണം, K1ന്റെ വാല്യൂ കണ്ടുപിടിക്കണം, J2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം, K2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന് നാലിനും നമുക്ക് ഓരോ കെ മാപ്പ് വേണം. അപ്പം നമ്മുടെ കെ മാപ്പിന്റെ അകത്ത് വരുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് പ്രസന്റ് സ്റ്റേറ്റിന്റെ ടേംസിൽ ഇൻപുട്ടുകൾക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നോക്കിയേ, നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ഏതൊക്കെയാ? Q1ഉം Q2 ആണ്. അതായത് രണ്ട് വേരിയബിൾസ് ആണ് ഉള്ളത്. അപ്പൊ രണ്ട് വേരിയബിൾസ് ആവുമ്പോൾ 2⁻². 4 കോളമുള്ള കെ മാപ്പ് ആണ് നമുക്ക് വേണ്ടത്. J1ഉം K1ഉം J2ഉം K2ഉം കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് J1ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മളൊരു കെ മാപ്പ് വരച്ചു. അതിലെ വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ആയ Q1ഉം Q2 ആണ്. ദെൻ J1ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, J1ന്റെ വാല്യൂ ഏതൊക്കെയാണ്? 0, 1, ഡോൺ കെയർ, ഡോൺ കെയർ. അത് നമ്മൾ ഈ ഒരു കെ മാപ്പിലേക്ക് ആ വാല്യൂസ് നമ്മൾ എൻറ്റർ ചെയ്തു. ഇനി വാല്യൂസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ ഒരു 1 ഉണ്ട്. നമ്മൾ ഈ ഒരു ഡോൺ കെയർ ചേർത്ത് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ J1 = Q2 എന്ന് കിട്ടും. സിമിലർലി നമുക്ക് K1ഉം J2ഉം K2ഉം കണ്ടുപിടിക്കണം. അപ്പൊ K1ഉം കൂടെ കണ്ടുപിടിക്കുന്ന പറയാം. നമ്മൾ K1 കണ്ടുപിടിക്കൽ രണ്ട് വേരിയബിൾസ് ആണ് ഉള്ളത്. സോ 4 കോളമുള്ള ഒരു കെ മാപ്പ് വരച്ചു. ഇവിടുത്തെ വേരിയബിൾസ് എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റ് ആയ Q1ഉം Q2ഉം ആണ്. ദെൻ കെ മാപ്പിലേക്ക് നമ്മൾ ഈ വാല്യൂസ് എൻറ്റർ ചെയ്തു. ഡോൺ കെയർ, ഡോൺ കെയർ, 0, 1. എന്നിട്ട് നമ്മൾ ഇവിടെയും ഗ്രൂപ്പ് ചെയ്തു. ഈ ഒരു 1 ഈ ഡോൺ കെയർ കൂടെ ഗ്രൂപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് K1 = Q2 എന്ന് കിട്ടും. സിമിലർലി നമ്മൾ കെ മാപ്പ് വരച്ചിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് J2 = 1 എന്നും K2 = 1 എന്നും കിട്ടി. അപ്പൊ നമ്മൾ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു. അതായത് ആ എക്സൈറ്റേഷൻ ടേബിളിനെ ബേസ് ചെയ്ത് കെ മാപ്പ് വരച്ച് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലെ കൗണ്ടറിന്റെ അകത്ത് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഇൻപുട്ടിന്റെ ഇക്വേഷനും കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്, അതായത് നമ്മൾ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. നമുക്കറിയാം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ അതിന്റെ ഇൻപുട്ട്, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് J1ഉം K1ഉം ആണ്. ഔട്ട്പുട്ട് Q1ഉം Q1 ബാറും ആണ്. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് J2, K2, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q2, Q2 ബാറും ആണ്. ഇനി ഇതൊരു സിങ്ക്രണസ് കൗണ്ടർ ആണ്. സോ ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് സിങ്ക്രണസ് ആയിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ നമ്മളൊരു ഈ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഒരു ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തു. ആ സെയിം ക്ലോക്ക് തന്നെ
രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ക്ലോക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. Then ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇൻപുട്ട് കൊടുക്കുമ്പോൾ നീ നോക്കി J1ന്റെ വാല്യൂം Q2 ആണ്, K1ന്റെ വാല്യൂം Q2 ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഈ Q2 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് എടുക്കുക. എന്നിട്ട് ആ ഔട്ട്പുട്ടിനെ J1ലേക്കും കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ K1ലേക്കും കണക്ട് ചെയ്യുക. ഇനി J2ന്റെ വാല്യൂ K2ന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. സോ നമ്മൾ ഈ J2ഉം അതേപോലെ തന്നെ K2ഉം കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ലോജിക് 1 എന്ന് പറയുന്നൊരു ഇൻപുട്ട് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എന്തായി? നമ്മുടെ ലോജിക് സർക്യൂട്ട് 2-ബിറ്റ് സിങ്ക്രണസ് കൗണ്ടറിന്റെ സർക്യൂട്ടായി. പിന്നെ നമ്മുടെ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ഈ Q1ഉം Q2നുമാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ Q1ൽ നിന്ന് ഒരു കണക്ഷൻ ഔട്ട്പുട്ട് കാണിക്കാനായിട്ട് വരയ്ക്കുക. ഇത് Q1 ഔട്ട്പുട്ട് എടുക്കുക, ഇത് Q2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ 2-ബിറ്റ് സിങ്ക്രണസ് അപ്പ് കൗണ്ടർ. ഓക്കെ, അപ്പൊ നമ്മളൊരു അപ്പ് കൗണ്ടർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത് തീരുമാനിക്കുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം, അതേപോലെ തന്നെ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതണം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിളിൽ നിന്നും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ എല്ലാം ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കെ മാപ്പ് വരച്ച് കണ്ടുപിടിക്കണം. ഫിഫ്ത്ത് സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് വരയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ ഒരു സിങ്ക്രണസ് അപ്പ് കൗണ്ടറിന്റെ ഡിസൈനിങ്. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് 2-ബിറ്റ് സിങ്ക്രണസ് അപ്പ് കൗണ്ടർ ആണ്.